അധികാര തർക്കത്തിനിടയിൽ ഇ ഫയലിംഗ് സിസ്റ്റം നിയന്ത്രണത്തിലാക്കാൻ കേരള സർവകലാശാല വിസിയുടെ പുതിയ ശ്രമം. ഡിജിറ്റൽ സർവകലാശാലയുമായി പ്രാഥമിക ചർച്ച ആരംഭിച്ചു. മെച്ചപ്പെട്ട പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാനാണ് വിസിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ഹാൻസ് ഡോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഒരുപാട് പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് കേരള സർവകലാശാലയിൽ. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം. എന്താണ് വിസി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു നടപടി? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇ ഫയലിംഗ് സിസ്റ്റത്തിന്റെ പൂർണ്ണ നിയന്ത്രണം വൈസ് ചാൻസലർ തന്റെ പക്കലാക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി തന്നെ സർവീസ് പ്രൊവൈഡർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഇ ഫയലിംഗ് സിസ്റ്റത്തിന്റെ അധികാരമുള്ള നോഡൽ ഓഫീസർമാരുടെ അധികാരമെല്ലാം തന്നിലേക്ക് മാറ്റണം, അവരുടെ അധികാരം വിച്ഛേദിക്കണം. അതിനോടൊപ്പം തന്നെ സൂപ്പർ അഡ്മിൻ ആക്സസ് വൈസ് ചാൻസലർക്ക് മാത്രമാക്കി സജ്ജീകരിക്കണമെന്ന്. പക്ഷേ ഇത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലെ സ്വകാര്യ കമ്പനി നിഷേധിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ അവർ അതിനെ ഒരു വിശദീകരണമായി പറഞ്ഞത് സർവകലാശാല കരാർ ഒപ്പിട്ടിരിക്കുന്നത് കെൽട്രോണിനോടൊപ്പമാണെന്നും കെൽട്രോണിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ ആക്സസ് വൈസ് ചാൻസലർക്ക് നൽകാൻ കഴിയുകയുള്ളൂ എന്നുമാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ഈ സിസ്റ്റം ഫയലിന്റെ ഈ ഫയലിംഗിന്റെ സിസ്റ്റം നൽകാനായിട്ട് വൈസ് ചാൻസലർ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മെച്ചപ്പെട്ട സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാനാണ് ഇപ്പോൾ നിലവിൽ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വാതി.